25,000 രൂപയ്ക്കകത്ത് എല്ലാം തികഞ്ഞ ഒരു ഫോൺ ചോദിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ OnePlusന്റെ Nord CE4 എന്ന് പറയുന്ന ഡിവൈസാണ്. പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ഡിവൈസാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 7th Gen 3 അങ്ങനത്തെ കിടന്ന ചിപ്സെറ്റും നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അത്യാവശ്യം നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. ബ്ലോട്ട്വെയർ ഒക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു ബ്ലോട്ട്വെയർ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതും ക്ലീനർ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ക്യാമറ പെർഫോമൻസ്, ഒരു ആവറേജ് ക്യാമറ പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു ഫോൺ തന്നെയാണ്. പിന്നെ 100 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് എല്ലാം ഉണ്ട്. എന്നിരുന്നാലും അതിനേയും കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ നമുക്ക് മേടിക്കാൻ പറ്റും. അതും 25,000 രൂപയ്ക്കകത്ത് ഈ ഫോണിൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഫോണിനെക്കാട്ടും ബെറ്റർ, അതായത് നമ്മുടെ OnePlus Nord CE4 ബെറ്റർ ക്യാമറ പെർഫോമൻസ് ഉള്ള ഒരു ഫോണാണ് OnePlusന്റെ Nord 3 എന്ന് പറയുന്ന ഡിവൈസ്. CE സീരീസ് അല്ല, Nord 3 എന്ന് പറയുന്ന ഡിവൈസാണ്. ഇറങ്ങിയപ്പോൾ 30,000 രൂപയ്ക്ക് മേളിൽ ഇറങ്ങിയ ഒരു ഫോണാണ്. ആമസോണിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് 30,000 ആണ് ഇപ്പോഴും. ആ ഒരു പ്രൈസിന് നല്ല ഡിവൈസ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ എനിക്ക് 24,000-നകത്ത് ഈ ഒരു ഫോൺ കാണാൻ പറ്റി. ആ പ്രൈസിന് കിടിലം ഫീച്ചേഴ്സാണ് ഇത് ഓഫർ ചെയ്യുന്നത്. നമ്മുടെ OnePlusന്റെ Nord CE4 എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മുടെ OnePlusന്റെ Nord 3 എടുക്കുന്നതാണ്. അങ്ങനെ പറയാനുള്ള കുറച്ച് റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നല്ലത് തന്നെയാണ്, രണ്ടും നല്ലത് തന്നെയാണ്. ഫ്ലാറ്റുള്ള ഡിസ്പ്ലേ ആണ്, നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ്. AMOLED ആണ്, 120 Hz ആണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും വേറെ കുഴപ്പമില്ല. പിന്നെ ബെസൽസ് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെസൽസ് കുറവായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് OnePlusന്റെ Nord 3 ബെസൽസ് കുറവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കൊരു ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. ഭയങ്കര ഒരു മാറ്റി വെക്കേണ്ട ഒരു ഫാക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നിരുന്നാലും പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ OnePlus Nord CE4 കുറഞ്ഞ പ്രൈസിങ്ങിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ഫോൺ കിട്ടുന്നത്. അപ്പോൾ ബെറ്റർ ചിപ്സെറ്റും ഈ ഒരു ഫോൺ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെയിമിങ്ങും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലോണം നടക്കും. നമ്മുടെ OnePlusന്റെ Nord CE4 ആണെങ്കിലും ഗെയിമിംഗ് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. എന്നാൽ ഈ ഡിവൈസിൽ OnePlus Nord 3 അത്യാവശ്യം കിടിലൻ ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. Dimensity 9000 എന്ന് പറയുന്ന സീരീസാണ്. 9000 സീരീസിൽ കിടിലൻ പെർഫോമൻസ് ആണ്. 25,000 രൂപയ്ക്കകത്ത് ഇതിൽ നിന്നും ബെറ്റർ പെർഫോം ചെയ്യാനുള്ള ഫോൺ വേറെ ഇല്ല. കാരണം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ട്. ഗെയിമിങ്ങിനും നമുക്ക് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ബഡ്ജറ്റ് 25,000 രൂപയ്ക്കകത്താണെങ്കിൽ ഗെയിമിങ്ങിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടില മൊബൈൽ തന്നെയാണ് OnePlusന്റെ Nord 3 എന്ന് പറയുന്ന ഡിവൈസ്. നല്ല പെർഫോമൻസ് ആണ്. നമ്മുടെ നോർമൽ ടാസ്ക് ഒക്കെ ചെയ്യാനും നല്ല സ്മൂത്താണ് ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. അതിഭീകരമായ പെർഫോമൻസ് ഒന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യല്ലേ. എന്നിരുന്നാലും ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ബാക്കിയുള്ള Dimensity 7200-നെക്കാട്ടോ 7th Gen 3-നെക്കാട്ടോ അതുപോലത്തെ കുറേ ചിപ്സെറ്റ് ഉണ്ടല്ലോ, അതിനെക്കാട്ടൊക്കെ ബെറ്റർ പെർഫോമൻസ്, ബെറ്റർ ഗെയിമിംഗ് പെർഫോമൻസും സ്റ്റെബിലിറ്റിയും എല്ലാം ഈ ഒരു ചിപ്സെറ്റ് കിട്ടും. അപ്പോൾ ചിപ്സെറ്റും കിടിലാണ്. പിന്നെ ക്യാമറാസ്, ഡുവൽ ക്യാമറാസ് ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതിലെ മെയിൻ സെൻസർ നോക്കുകയാണെങ്കിൽ 50 മെഗാ സോണിയുടെ IMX890 സെൻസറാണ്. 890 സെൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള OnePlusന്റെ Nord CE4 കൊടുത്തിരിക്കുന്ന സെൻസർ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോണിയുടെ LYT600 ആണ്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് പല ആൾക്കാർക്കും കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. നമ്മുടെ OnePlus Nord CE4 ഉപയോഗിച്ചിരിക്കുന്ന സെൻസർ കുറച്ച് കുറഞ്ഞ സെൻസറാണ് വെൻ കമ്പയറിംഗ് ടു OnePlus Nord 3 യൂസ് ചെയ്തിട്ടുള്ള ക്യാമറ സെൻസർ. 3 യൂസ് ചെയ്തിട്ടുള്ള ക്യാമറ സെൻസർ എന്ന് പറയുന്നത് സോണിയുടെ IMX890 ആണ്. 890 കിടിലം പെർഫോമൻസ് ആണ്. LYT600-നെക്കാട്ടും IMX890 ആണ് ബെറ്റർ. അതുകൊണ്ട് തന്നെ ക്യാമറ പെർഫോമൻസും നമ്മുടെ Nord 3 ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടും. പിന്നെ അൾട്രാ വൈഡ് ഒക്കെ 8 മെഗാ പിക്സൽ തന്നെയാണ്. അവിടെയൊന്നും ഒരുപാട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫോണിൽ മെയിനായിട്ട് ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നതെങ്കിലും മൂന്നാമതൊരു സെൻസർ 2 മെഗാ പിക്സൽ ആയതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. വലിയ ഉപയോഗമൊന്നുള്ള സെൻസറല്ല. എന്നിരുന്നാലും 3 ക്യാമറ ബാഗിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ സെൻസറാണ്. അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി. ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യില്ല ഫ്രണ്ട് ക്യാമറയെന്ന്. കാരണം 16 മെഗാ പിക്സലിൻ്റെ ഇതേ സെയിം സെൻസറാണ് അവർ റിയൽമിയുടെ ഫോൺസിലും ഓപ്പോൻ്റെ ഫോൺസിലൊക്കെ ചവർ പോലെ യൂസ് ചെയ്യുന്നത്. വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ഭയങ്കര ഒരു ഹൈ ലെവൽ പെർഫോമൻസ് ഒന്നും എക്സ്പെക്ട് ചെയ്യില്ല. ഡീസൻറ്റ് ഒരു പെർഫോമൻസ് ഒക്കെയാണ് നമുക്ക് അതിൽ കിട്ടുന്നത്. പിന്നെ 5000 mAh ബാറ്ററിയും 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം അതിലും വേറെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. ചാർജർ ബോക്സിലൊക്കെ കിട്ടുന്നുണ്ട്, അവിടെയും കംപ്ലയിൻസ് ഇല്ല. പിന്നെ ഈ ഒരു ഫോണിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് പറയാനാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്, അലേർട്ട് സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. OnePlusന്റെ കീ ഫീച്ചറാണ് അലേർട്ട് സ്ലൈഡർ എന്ന് പറയുന്നത്. നമ്മുടെ CE സീരീസിൽ CE3 ആണെങ്കിലും CE4 ആണെങ്കിലും അതിനൊന്നും ആ ഒരു അലേർട്ട് സ്ലൈഡർ കിട്ടാറില്ല. ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ടാണ് OnePlus ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. CE സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രീമിയം സെഗ്മെന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് OS അപ്ഗ്രേഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് ദി ബോക്സ് Android 13 ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളിപ്പോൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും Android 14 അപ്ഡേറ്റ് കിട്ടും. അതുപോലെ തന്നെ 15-ന്റെയും 16-ന്റെയും അപ്ഡേറ്റ് ഈ ഒരു ഫോണിൽ കിട്ടും. അതായത് സോഫ്റ്റ്വെയർ ബേസും നല്ലൊരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ 25,000 രൂപയ്ക്കകത്ത് ഈ ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ കണ്ണും പൂട്ടിയെടുത്തോളൂ. ഇതിൽ നിന്നും ബെറ്റർ ഓപ്ഷൻ വേറെ ഒന്നും കിട്ടാനില്ല.
25,000 രൂപയ്ക്കകത്ത് നിങ്ങൾ ഓൾ റൗണ്ടർ ആയിട്ടുള്ളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റ് കത്തുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല, എന്നിരുന്നാലും അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ്, അതുപോലെ തന്നെയാണ് ബാക്ക് ഗ്ലാസ് ബാക്കാണ് കിട്ടുന്നത്. നമ്മുടെ CE സീരീസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡാണ്. ഇവിടെ ഗ്ലാസ് ബാക്ക് കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രീമിയം ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഫോൺസിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് LPDDR5X RAM ടൈപ്പാണ് കിട്ടുന്നത്. 8GB ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. 128ൻ്റെ നമുക്ക് UFS 3.1 വരുന്നുണ്ട്. അപ്പോൾ ഓൺ പേപ്പർ ഈ ഒരു ഫോൺ കിടിലം ഫോൺ തന്നെയാണ്. 25,000 രൂപയ്ക്കകത്ത് നല്ലൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസോടെ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.